ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ സെബിൻ ആൻഡ് ഇറ്റ്സ് മൈ ചാനൽ സെബിൻസ് വ്ലോഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വർഷത്തെ അവസാനത്തെ വീഡിയോ ആണ്. ഇന്ന് 13 ആണ്, നാളെ 31 ആണ്. ഈ വർഷം ഇതോടുകൂടി അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഈ വർഷത്തിൽ നമുക്ക് ഇഷ്ടംപോലെ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്, സന്തോഷങ്ങളുണ്ടായിട്ടുണ്ട്, സങ്കടം ഉണ്ടായിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പം സങ്കടമാണെങ്കിൽ സങ്കടമെല്ലാം മറന്നിട്ട് പുതിയൊരു വർഷത്തെ വരവേൽക്കുക. സന്തോഷമാണെന്നുണ്ടെങ്കിൽ ആ സന്തോഷം അതുപോലെ തന്നെ കാണട്ടെ എന്ന് കരുതിക്കൊണ്ട് പുതിയൊരു വർഷം ആശംസിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറിൻ്റെ ടയർ കംപ്ലീറ്റ്ലി ടോട്ടലി തേഞ്ഞ് തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ടയർ ഒരെണ്ണമല്ല, ടയർ 4 മാറാൻ പോവുകയാണ്. അപ്പോൾ ടയർ മാറിയിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ജസ്റ്റ് നമ്മൾ ടയർ മാറിയിട്ടാൽ മാത്രം പോരാ, ടയർ മാറി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ ഷോപ്പിൽ പോയി ടയറൊക്കെ മേടിച്ചിട്ട് കഴിഞ്ഞ് അപ്പോൾ നമുക്ക് നേരെ ഷോപ്പിലേക്ക് പോയി ടയർ മേടിച്ചിടാം. അപ്പം ടയർ മേടിച്ചിടുന്ന കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഗായ്സ്, നമ്മളിപ്പോൾ കടയിൽ വന്നിരിക്കുകയാണ്. ഇതിപ്പോൾ അവിടെ പട്ടിത്താനത്തെ MRF ഗ്ലോബൽ ടയേഴ്സിനാണ് വന്നിരിക്കുന്നത്. നമുക്കിപ്പോൾ ജസ്റ്റ് ചെന്ന് ചോദിക്കാം. ചേട്ടാ, ഒരു ടയർ മേടിക്കാൻ പേരുണ്ടായിരുന്നു. i20 കിടക്കുന്ന 185. ആ സൈസ് റേറ്റ് തന്നെ ഒരു 4,900. ടയർ കാണിക്കോ? അപ്പം എത്ര കിലോമീറ്റർ വേണം? ഈ ടയറാകുമ്പം നമുക്ക് ലാസ്റ്റിംഗ് ഉണ്ട്, ലൈഫ് ഇടുന്ന ടയറാണ്. എങ്ങനെയാണ് ഒരു 10-50,000 കസ്റ്റമേഴ്സ് പറയുന്നുണ്ട്. എൻ്റെ ഇപ്പോൾ 31 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 3 വർഷം വണ്ടി എടുത്തിട്ട് 3 വർഷമായി. ഇപ്പം 31 കിലോമീറ്റർ ജസ്റ്റ് ഓടിയിട്ടുള്ളൂ. അപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചില വളവ് വീശലും അങ്ങനെ ചെറിയ പരിപാടിയൊക്കെ ഡ്രൈവിങ്ങിൻ്റെ ഇതും ഉണ്ട്. ഡ്രൈവിങ്ങിനനുസരിച്ചും ടയറിൻ്റെ ലൈഫ് വ്യത്യാസം വരും. ഭയങ്കര റാഷൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ലൈഫ് പെട്ടെന്ന് തീരും. ഇത് ഓൾമോസ്റ്റ് എല്ലാവരും നല്ല ഫീഡ്ബാക്ക് വരുന്ന ടയറാണ്. 10,000 നമ്മുടെ അടുത്ത് FPAക്ക് വരുന്ന ഇതാണ്, വെർണയ്ക്ക് ഇടുന്നുണ്ട്. അതിനെല്ലാവരും നല്ല നമുക്ക് 78 കിട്ടിയ ആളുണ്ട്. 78 കിലോമീറ്റർ കിട്ടുന്നുണ്ട്. അപ്പം ഈ അലൈൻമെന്റും ഇതും കറക്റ്റായിട്ട് ചെയ്യണം. റൊട്ടേഷൻ അലൈൻമെന്റ് ചെയ്യണം അല്ലേ? അലൈൻമെന്റ് ചെയ്തിടണം, റൊട്ടേഷൻ ചെയ്തിടണം. ഈ പ്രൈസ് വേറെ ടയർ കാണോ? ഈ പ്രൈസ് വേറെ ഇത് ഞാൻ 195 ഉണ്ടോ? 195 വരുന്നുണ്ട്. നമ്മുടെ 205 വരെ ഇടാവുന്ന, 205 വരെ i20 205 വരെ ഇടാല്ലേ? 55-15 വരെ ഇടാവുന്ന ആ ടയർ കാണിക്കാം. 205 വരുമ്പോൾ ഈ ഒരു ടയറാണ്. ഇതല്ലേ വീതി ഉണ്ടല്ലേ? 205-55 വീതി കൊടുക്കുന്നു. അപ്പം സെയിം വരും. ഹൈറ്റ് സൈസ് വീതി എന്ന് പറയുമ്പോഴത്തേക്ക് മറ്റേനേക്കാളും എന്തോരം വീതിയുണ്ട്. എന്നാ വെച്ചാൽ ഇപ്പം വലിയ ടയർ ഇട്ട് കഴിഞ്ഞാൽ ഇതിനോട് ചാടി കിടന്നു കഴിഞ്ഞാൽ ഫൈനും കാര്യങ്ങളൊക്കെ വരികയല്ലേ? ഇതിട്ടാൽ അത്ര ചാടി വെളിയിലോട്ട് ഒത്തിരി വെളിയിലോട്ട് തള്ളി വരത്തില്ല. ഇല്ല, എന്നാലും 1 ഇഞ്ച് വരുമോ? 20 mm അടുത്ത് വ്യത്യാസമുണ്ട്. 20 mm എന്ന് പറയുമ്പോൾ 20 മില്ലിമീറ്റർ അടുത്ത് ഇതൊന്ന് കാണിക്കാം കേട്ടോ. നിർത്ത്. ഇതിപ്പോൾ എത്ര റേറ്റ് വരുന്നത്? ഇത് വരുമ്പം 6,200. 6,200? ആ ഓക്കെ. അല്ല, ഞാൻ ഇത് 6,200. അപ്പോൾ ഇതും അതും തമ്മിലുള്ള വ്യത്യാസം തന്നെ? ഒന്ന് ഇത് വെട്ടിന് വ്യത്യാസമുണ്ട്. നമുക്ക് ഓടിക്കുമ്പോൾ ഇത് കുറച്ചും കൂടെ സ്റ്റേബിൾ ആയിരിക്കും. ഇത് ഒരു പെർഫോമൻസ് ടയറാണ്. കുറച്ചും കൂടെ ബ്രേക്കിംഗ് കൂടുതലുണ്ട്, നമുക്ക് ഗ്രിപ്പ് കൂടുതലുണ്ട്. ലൈഫ് മറ്റേ അത്ര ലൈഫ് കിട്ടും. അപ്പോൾ ഇതിന് എത്ര ലൈഫ് വരുന്നത്? ഒരു മാക്സിമം ഒരു 40-45 അത്രയേ ഉള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഇത് നമ്മൾ ഇടുമ്പോഴത്തേക്ക് വേറെ എന്തെങ്കിലും അലൈൻമെന്റ് അല്ലെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ട വരുമോ? റൊട്ടേഷൻ അല്ല, അലൈൻമെന്റ് ബാലൻസിങ് ചെയ്തിട്ടാണ് നല്ലതാണ്. വീൽ ബാലൻസിങ് ചെയ്തിട്ടാണ് നല്ലതാണ്. നമ്മൾ ചെയ്യുന്ന കാര്യം ചെയ്താൽ മതി. അലൈൻമെന്റ് ചെയ്യുന്ന കൊടുത്ത് ചെയ്താൽ മതി, ബാലൻസിങ് ചെയ്താൽ മതി. അതേ ഉള്ളൂ, മെയിനായിട്ട് അതേ ഉള്ളൂ. പെർഫോമൻസ് ഇച്ചിരി കൂടി നന്നായിട്ടിരിക്കുകയല്ലേ? പിന്നെ സ്റ്റേബിളിൽ വണ്ടി കൊടുക്കുമ്പോൾ സ്റ്റേബിൾ ആകും, നമുക്ക് ഓടിക്കാൻ സുഖമാണ്. ആണല്ലേ? എന്നാൽ ഇത് റേറ്റ് എത്ര ചെയ്ത്? ഇതിപ്പോൾ 6,200. 6,200. എന്നാൽ ഇത് ചെയ്യാം.
ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ടയറിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞേക്കാണ്. ഇപ്പോൾ ടയറെല്ലാം മാറ്റിയിട്ടേക്ക്. അപ്പോൾ ഉണ്ടല്ലേ നൈസായിട്ടുണ്ട് കേട്ടോ. ടയർ കാണാൻ ഇപ്പം വണ്ടി ടയർ ഇട്ടിരിക്കുന്ന കാണാൻ നല്ല ലുക്കുണ്ട്, നല്ല രസമല്ലേ. ഓക്കെ, നമ്മൾ ടയർ ഇട്ടു. ഇനിയിപ്പം കുറച്ച് കാര്യങ്ങളോട് ചെയ്യാനുണ്ട്. അലൈൻമെൻറ്റ് ചെയ്യാനുണ്ട്, വീൽ വെയിറ്റിംഗ് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ട്. നമുക്ക് അപ്പം അതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ടയർ മാറിയിട്ടുണ്ട്. ടയർ മാറി വണ്ടി കുറച്ച് ഓടിച്ച് നോക്കുകയൊക്കെ ചെയ്തു, ഒരു കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ട എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ടയർ മാറുന്ന ആൾക്കാർ എല്ലാവരും ജസ്റ്റ് ടയർ മാറ്റി വിടുകയാണ് ചെയ്യുന്നത്. പക്ഷേ അങ്ങനെയല്ല, ടയർ മാറുന്നവർ ജസ്റ്റ് അലൈൻമെൻറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. പിന്നെ വീൽ വെയിറ്റിംഗ് ബാലൻസും കൂടി ഒന്ന് ചെയ്യണം. ഇപ്പോൾ എൻ്റെ വണ്ടിയെ കിടന്നത് 185 ടയർ, ഞാനപ്പോൾ 205 അപ്പോൾ എനിക്ക് മസ്റ്റായിട്ടും അലൈൻമെൻറ്റും ചെയ്യണം, വീൽ വെയിറ്റിംഗും ചെയ്യണം. പിന്നെ എന്നോട് ആ ചേട്ടൻ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടയർ മാറിയിടുമ്പോൾ ഇപ്പോൾ കിട്ടുന്ന മൈലേജിനേക്കാളും 1-2 മൈലേജ് കുറയാൻ സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടയറിന് ഇച്ചിരി വീതിയുണ്ട്. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് മൈലേജിനും ചെറിയ രീതിയിൽ വ്യത്യാസവും കാര്യങ്ങളും വരും. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ടയറിൻ്റെ വീൽ വെയിറ്റിംഗും ചെയ്യണം, അലൈൻമെൻറ്റും ചെയ്യണം. അപ്പോൾ നമുക്ക് അത് പോയി ചെയ്തിട്ട് എന്താണ് ബാക്കി കാര്യങ്ങൾ. ഇവിടെയാണ് അലൈൻമെൻറ്റും പിന്നെ വീൽ വെയിറ്റിംഗും ചെയ്യാൻ വന്നിരിക്കുന്നത്. ക്ലബ് സ്റ്റാർഡിൻ എന്ന് പറഞ്ഞ് നമ്മുടെ അടിച്ചിറയിൽ, കോട്ടയം ജില്ലയിലെ അടിച്ചിറയിലാണ് ഈ ഒരു ഷോപ്പ് എന്ന് പറഞ്ഞ്. ഇവിടെ ടയറിൻ്റെ അലോയ് വീൽസ് കിട്ടുന്നതാണ്, പിന്നെ ടയേഴ്സൊക്കെ അവൈലബിൾ ആണ്. ഞാൻ ഓൾറെഡി ഇവിടെ വിളിച്ച് ചോദിച്ചാണ്. ഇവിടെ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് ഇവിടെ ഞാൻ പറഞ്ഞ സൈസ് ടയർ ഇവിടെ ഇല്ലായിരുന്നു, തിങ്കളാഴ്ചത്തേക്ക് വരത്തുള്ളൂ എന്ന് പറഞ്ഞു. അതാണ് ഇപ്പോൾ MRFൻ്റെ ടയർ എനിക്ക് ചൂസ് ചെയ്യേണ്ട വന്നത്. അപ്പം ടയേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. നമുക്കപ്പോൾ ഇവിടെ വന്ന് അലൈൻമെൻറ്റും വീൽ വെയിറ്റിങ്ങും ചെയ്യാം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് കയറാം. അപ്പോൾ ചേട്ടാ, ഓൾറെഡി ഒട്ടിച്ചിരിക്കുന്ന അതോ ഓൾറെഡി നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് അത് അതും കിടക്കണോ? അതും വേണോ? അപ്പം അങ്ങനെ അത് കളഞ്ഞിട്ട് ഒട്ടിക്കാം. ആണല്ലേ, 65 ഗ്രാം അല്ലേ? 65 G അല്ലേ? 65 ഇത് ഗ്രാമാണോ അതോ? ആ, ഓക്കെ. എന്നാണല്ലോ ഒട്ടിക്കല്ലോ, അപ്പോൾ പുതിയതെല്ലാം കൂടി ഇരിക്കട്ടെ എന്ന് കരുതി. ആണല്ലേ. ഇതിപ്പോൾ ഇനി അടുത്ത നമ്മൾ ടയർ റൊട്ടേഷൻ ചെയ്യാൻ നേരത്ത് വരുമ്പോഴും വെയിറ്റ് ചെയ്യേണ്ട വരുമോ?
10,000 കിലോമീറ്റർ. 10,000 കിലോമീറ്റർ അലൈൻമെൻറ്റും ചെയ്യണം, ബാലൻസിങ് ചെയ്യണം അല്ലേ? 5000 കിലോമീറ്റർ അലൈൻമെൻറ്റോ? അപ്പം വീൽ ബാലൻസിങ് 10-ലോ? ഇത് കൂടുതലും എന്നാത്തിനായിട്ടാ ചെയ്യുന്നത് ഇത്? ഓക്കെ. ഓട്ടിക്കുമ്പോൾ വിറയിലും എല്ലാം മാറിക്കോളുമല്ലോ. 4 സൈഡും ഒരുപോലെ തന്നെ. നാല് സൈഡിനും ഒരേ വെയിറ്റ് തന്നെ ആയിരിക്കും, അതോ വെയിറ്റ് ഡിഫറൻസ് വരുമോ? ഓരോ വെയിറ്റ് ആയിരിക്കും അല്ലേ? അപ്പം റൊട്ടേഷൻ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ വെയിറ്റ് ചേഞ്ച് ചെയ്തിട്ട് അനുസരിച്ച് വേണമല്ലോ റൊട്ടേഷൻ ചെയ്യാൻ? ആണല്ലോ. അല്ല, ഞാൻ ചോദിച്ചതെന്ന് വെച്ചാൽ 10,000 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഫ്രണ്ട് കയറണം. അപ്പോൾ അതിൻ്റെ വെയിറ്റ് ചേഞ്ചിങ് ചെയ്യണ്ടേ? ബാലൻസ് ചെയ്ത് തരണം, വെയിറ്റ് ബാലൻസിങ് ചെയ്യണം അല്ലേ? ഇതാണ് നമ്മൾ വീൽ വെയിറ്റ് ചെയ്തിരിക്കുന്നത്, കണ്ടില്ലേ? ഇങ്ങനെയാണ് വീൽ വെയിറ്റ് ചെയ്തിട്ട് വീൽ വെയിറ്റ് എടുത്തിട്ടിരിക്കുന്നത്. ഇത് കണ്ടില്ല, ഓരോ വണ്ടിയുടെയും ടയറിനനുസരിച്ചുള്ള അലോയ് അവിടെ ഇരിക്കുന്നത്. 800 മുതലുള്ള വണ്ടിയുടെ എല്ലാത്തിൻ്റെ അലോയ് ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ ടയറിൻ്റെ എല്ലാവിധ പരിപാടികളും ചെയ്യുന്നുണ്ട്. പിന്നെ വണ്ടി വാഷിങ്, ഇൻറ്റീരിയർ ക്ലീനിങ് എല്ലാ പരിപാടിയും ഉണ്ട്. ഇതുകൊണ്ടല്ലേ 4 സൈഡിൽ ഇതുപോലെ മെഷീൻ വെച്ച് അവിടെ കമ്പ്യൂട്ടറിലാണ് അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള വേരിയേഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അടിയിൽ പോയിട്ട് അലൈൻമെൻറ്റിൻ്റെ ആ ഒരു നട്ട് അങ്ങനൊരു ഇതുണ്ട്, അപ്പോൾ അത് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് നോക്കാം ഇതെങ്ങനെ ചെയ്യുന്നതല്ല. സ്റ്റിയറിങ് സ്റ്റേബിളായിട്ടിരിക്കണം. സ്റ്റിയറിങ് സ്റ്റേബിളായിട്ടിരുന്നിട്ട് വേണം നമ്മൾ സെൻട്രൽ അലൈൻമെൻറ്റ് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട്. ചേട്ടൻ സ്റ്റിയറിങ് സെറ്റ് ചെയ്ത് കറക്റ്റ് സ്റ്റേബിളാക്കി വെച്ചിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം സെൻട്രായിട്ടുള്ള അലൈൻമെൻറ്റ് റെഡിയാക്കാനായിട്ട്.
രീതി എന്ന് പറയുന്നത്. കണ്ടില്ലേ, നട്ട് ടൈറ്റ് ചെയ്താൽ മതി കേട്ടോ. ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ അഡ്ജസ്റ്റ് ചെയ്യാം. എങ്ങനെ ഇത് -2 വരെ ആവും. -2 വരെ, +15 വരെ +15 സെൻറ്റർ വരും മതിയല്ലേ? ഇത് കമ്പനി വരുന്നതല്ലേ? ഇത് കമ്പനി ഫിക്സ്ഡ് ആയിട്ട് വരുന്നതാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റിയല്ല. വണ്ടി ഇടിക്കുകയൊക്കെ ചെയ്താലേ വ്യത്യാസം വരും. ആണല്ലേ? നമുക്കിത് ഈ താഴത്തെ ഇത് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ, അത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ ആണല്ലേ? ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ടയർ മാറി അലൈൻമെൻറ്റ് നോക്കി, വീൽ വെയിറ്റിംഗ് നോക്കി, എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന ഓരോ 5000 കിലോമീറ്ററും അലൈൻമെൻറ്റ് നോക്കണം, വീൽ വെയിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ റോഡിൻ്റെ അവസ്ഥയാണ്. ടയറിന് കൂടുതലും ലൈഫ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഓരോ 5000 കിലോമീറ്റർ നോക്കുന്നതാണ് നല്ലത്. 10000 ആണോ പറഞ്ഞ്, അപ്പം 5000 നോക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പുതിയ ടയർ മേടിക്കുന്നതും ടയർ മാറി ഇടുന്നതുമായിട്ടുള്ള ആൾക്കാരെല്ലാവരും ശ്രദ്ധിക്കുക. വീൽ വെയിറ്റിംഗ് ചെക്ക് ചെയ്യണം, പിന്നെ അലൈൻമെൻറ്റും കാര്യങ്ങളും എല്ലാം ചെക്ക് ചെയ്യണം. അതുകൊണ്ട് കൂടുതലും ടയറിന് ഇച്ചിരി കൂടി ലൈഫ് കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചെക്ക് ചെയ്യുന്നുണ്ട്. കൂടുതലും ആൾക്കാർ ടയർ മാറി ഇടുന്നു, പിന്നെ അതിനെക്കുറിച്ചൊന്നും നോക്കി കൊടുക്കുകയും ചെയ്യാറും പോകാറോ ഒന്നുമില്ല. അപ്പോൾ ഇതും കൂടിയൊക്കെ ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ന്യൂ ഇയർ കഴിഞ്ഞ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതോടൊപ്പം വരെ ഇറ്റ്സ് മീ സെബിൻ ആൻഡ് ഈസ് മൈ ചാനൽ സെബിൻസ് വ്ലോഗ് സൈനിങ് ഔട്ട്. ബൈ, ടാറ്റാ, ഹാപ്പി ന്യൂ ഇയർ.